നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ എവിടെയൊക്കെ റേഞ്ച് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ താല്പര്യമുണ്ടാകും. പല ആളുകളും സിം കാർഡ് എടുത്തതിന് ശേഷമാണ് നമുക്ക് ഓരോ സ്ഥലത്തും റേഞ്ച് ഇല്ല എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ വളരെ നേരത്തെ മനസ്സിലാക്കി നിങ്ങൾക്ക് റേഞ്ചുള്ള സിം കാർഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ ഷോപ്പിലോ ഒക്കെ റേഞ്ചുള്ള സിം ഏതാണെന്ന് കണ്ടെത്താൻ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലൊരു സെറ്റിങ്സ് ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളതെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണാണ്. ഇവിടെ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എബൌട്ട് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ അധികം മൊബൈൽ ഫോൺ ഇതിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഭാഗത്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ സിം സ്റ്റാറ്റസ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് സിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണാൻ സാധിക്കും സിം എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം സിം കാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഇതേ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സിം കാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ സിം കാർഡ് സ്റ്റാറ്റസ് എന്നുള്ള സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ സിം കാർഡ് എന്നുള്ള ഈ ഭാഗം കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഓപ്പൺ ആകുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സിഗ്നൽ സ്ട്രെങ്ത് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ സിഗ്നൽ സ്ട്രെങ്ത് എന്നുള്ള സെറ്റിങ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന റൂമിൽ നിന്ന് പല സ്ഥലത്തേക്കൊന്ന് പോയി നോക്കുകയാണ്. എവിടേക്കാണ് ഇതിൻ്റെ ഈ സിഗ്നൽ സ്ട്രെങ്ത് മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. ഞാനിവിടെ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ സാധിക്കും 95 എത്തി. നേരത്തെ 97 ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇപ്പോൾ 96 എത്തി. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യാണ്. എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാമെന്ന്. ഞാനിവിടെ സിം കാർഡ് സ്റ്റാറ്റസ് സ്ട്രെങ്ത് അല്ലെങ്കിൽ സിം സ്റ്റാറ്റസ് സ്ട്രെങ്ത് എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നോർമൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോർമലായിട്ട് ഇതിൻ്റെ സിം സ്റ്റാറ്റസ് എത്രയാണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ സ്ക്രീനിൽ കാണാം. കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് റേഞ്ച് കൂടുതലുള്ള സ്ഥലം കിട്ടുക. ഇവിടെ മാക്സിമം 50 എത്തണം. 50 ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് 67 ആണ്. തീരെ കുറഞ്ഞ 50 മാക്സിമം എത്തുമ്പോഴാണ് നമുക്ക് നല്ല സിഗ്നൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. മുകളിലേക്ക് കൂടുന്നതനുസരിച്ച് 120 ചില സ്ഥലങ്ങളിലൊക്കെ 120 150 കാണാൻ സാധിക്കും. ഇത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് റേഞ്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ സിഗ്നൽ കുറവായിരിക്കും എന്ന് കാണാൻ സാധിക്കും. 50 വരെയാണ് നമുക്കതിൻ്റെ ഒരു കൃത്യമായ റേഞ്ച് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും 50-ൻ്റെയും 120-ൻ്റെയും ഇടയിൽ നിങ്ങളുടെ സിഗ്നൽ ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 120-ന് മുകളിലോട്ട് പോയാൽ നിങ്ങൾക്ക് തീരെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.